മെയ് 4-ന് ആരാണ് മുഖ്യമന്ത്രിയാവുക? ബി.ജെ.പിക്ക് എത്ര സീറ്റുണ്ട്? യു.ഡി.എഫിന് എത്ര? സി.പി.എമ്മിന് എത്ര? അതായത് ബി.ജെ.പിക്കും ചില മണ്ഡലത്തിൽ സീറ്റുണ്ടൊക്കെ ഏറ്റവും അവസാനത്തെ കണക്കാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മളോട് അറിയിച്ചത്. 29-ാം തീയതിക്ക് അവർ എക്സിറ്റ് പോൾ അറിയിക്കുമെന്നാണ്. ഏതാണ്ട് അതേ സെയിം എക്സിറ്റ് പോളാണ് പൊന്നു മനുഷ്യന്മാരെ. ഈ ട്രെൻഡല്ല, അതായത് ഞാൻ പറയുന്നത് ഇതുപോലെ നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ തല മൊട്ടടിച്ചിട്ട് മെയ് 4-ന് വോട്ടെണ്ണും മെയ് 5-ാം തീയതി ഞാൻ മൊട്ടടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരും. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതുപോലെ നടക്കുന്നല്ല, 1-2 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മൊട്ടടിച്ചിട്ട് വരുവാണെങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്താം. ഓക്കെ, അത്രയും ഉറപ്പാണ്. അത്രയും പഠിച്ചിട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണോ എക്സിറ്റ് പോൾ റെഡിയാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ബി.ജെ.പിക്കും സീറ്റുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ, ആരാണ് ജയിക്കുക എന്ന് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ആ കമൻറ്റ് ശരിയാണെങ്കിൽ, അതായത് യു.ഡി.എഫ് ആണോ അധികാരത്തിൽ വരുന്നത്, എൽ.ഡി.എഫ് ആണോ, അതിനുശേഷം ബി.ജെ.പിക്ക് എത്ര സീറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ, അതായത് ഞാൻ 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. മെയ് 5-ാം തീയതിക്കാണ് സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ നിന്നാണ്. അപ്പോൾ ആര് ശരിയായ കമൻ്റ് ഇടുന്നവർക്ക് നല്ല ഒരു മിനിമം 20,000 രൂപയോളം വരുന്ന നല്ല അടിപൊളി ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും. ഇമെയിൽ മുഖാന്തരമായിരിക്കും ആരെന്ന് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങളുടെ കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സാധനം കിട്ടൂല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് ഇട്ടവർ, അതായത് ഞാനൊരു കാര്യം പറയാം, ആരാണ് അധികാരത്തിൽ വരുന്നത്, യു.ഡി.എഫ് എങ്കിൽ യു.ഡി.എഫ്, അതിനുശേഷം ബി.ജെ.പിക്ക് എത്ര സീറ്റ് കിട്ടും, 2 പേർക്കാണ് കൊടുക്കുന്നത്. ബി.ജെ.പിക്ക് എത്ര സീറ്റ് കിട്ടും ശരിയാവുന്നുണ്ട്, പിന്നെ യു.ഡി.എഫ് എൽ.ഡി.എഫ് അതാര് ഭരിക്കും അത് അവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, ബിഗ് ബോസ് താരം അനുമോൾക്ക് നേരെ വലിയ പ്രശ്നമാണ് പൊന്നു മനുഷ്യന്മാരെ. അതായത് അനുമോളോടൊരു ചോദ്യം ചോദിക്കുന്നു, താമര വിരിയുമോ എന്ന്. അനുമോൾ അതിന് ഉത്തരം കൊടുക്കുന്നു. എന്നാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം ഇട്ട ആ കമൻറ്റ് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണം. നമുക്കെന്തായാലും അനുമോളോട് എന്താണ് ചോദിച്ചത് അതൊന്ന് കേട്ടിട്ട് ആ കമന്റ് എന്താണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഈ പ്രാവശ്യം കേരളത്തിൽ മൊത്തം താമര വിരിയോ? വേനൽക്കാലം ആണെങ്കിൽ വിരിയില്ല. നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയാന്ന് അതുപോലെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഉള്ള 2 പേര് ഇപ്പൊ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്, അഖിലും റോബിനും. എന്തു തോന്നുന്നു, ഒരു അഭിമാന നിമിഷം അടുത്ത പ്രാവശ്യം ഇലക്ഷന് അനു നിൽക്കുവോ? അതും ജയിക്കട്ടെ എന്നിട്ട് പറയാം. അല്ല, ഓക്കെ, ഇതിന് താഴെ വന്ന ഒരു കമന്റാണ്, സിയാസിന്റെ കേറുമ്പോൾ വിരിയും. എന്ത് കമന്റാണിത്? അതായത് അനുമോളും സിയാസ് കരീമും ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്, അല്ലാതെ വേറൊന്നുമല്ല. നല്ല സ്റ്റാർ മാജിക്കിലൊക്കെ സിയാസ് അനുമോളും ഫ്രണ്ട്ഷിപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് താമര വിരിയോ എന്ന ചോദ്യത്തിന് അനുമോൾ അങ്ങനെ ഉത്തരം കൊടുത്തപ്പോൾ സിയാസിൻ്റെ കയറുമ്പോൾ വിരിയും. എന്താണിത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും മാധ്യമങ്ങൾ താമര വിരിയോ എൽ.ഡി.എഫ് വിരിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെയൊക്കെ നമുക്ക് കമൻ്റ് ഇടാം, എൽ.ഡി.എഫ് വരില്ല, ബി.ജെ.പി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ വളരെ വളരെ മോശമാണ്. ഇങ്ങർക്കെതിരെ കേസ് കൊടുക്കുന്നതാണ് ചിലർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന എക്സിറ്റ് പൂളിലേക്ക് കടക്കാം. കാസർഗോഡിൽ മൊത്തത്തിൽ 5 സീറ്റാണുള്ളത്. അതിൽ 1 സീറ്റ് എൽ.ഡി.എഫിനും 1 സീറ്റ് ബി.ജെ.പിക്കും 3 സീറ്റ് യു.ഡി.എഫിന് കിട്ടുമെന്ന നടുക്കുന്ന ഏറ്റവും അവസാനത്തെ കടക്കാണ്. എല്ലാവരും വിചാരിക്കും ബി.ജെ.പി മഞ്ചേശ്വരത്താണോ? അല്ല, കാസർഗോഡ് മണ്ഡലത്തിൽ അവിടെ അശ്വിനി ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു പക്ഷേ മറ്റന്നാൾ വലിയൊരു അട്ടിമറിയാണ്. കേരളത്തിൽ ഇന്നവരെ ഒരു എക്സിറ്റ് പോലും ഒരു സർവേയും പറയാത്തൊരു സംഗതിയാണ് അശ്വിനി ജയിക്കുമെന്ന്. എൻ്റെ സ്വന്തം നാടാണ് കാസർഗോഡ്. നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം അവിടെ 1 സീറ്റ് ബി.ജെ.പിക്ക് കിട്ടും കാസർഗോഡിൽ. അതായത് മഞ്ചേശ്വരത്തല്ല, അശ്വിനി ജയിക്കുമെന്നാണ് പറയുന്നത്. കണ്ടറിയാം, എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല, ഉള്ളതുപോലെയാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ 9 സീറ്റാണുള്ളത്. അതിൽ 4 എൽ.ഡി.എഫിനും 5 യു.ഡി.എഫിനും ബി.ജെ.പിക്കും അതർസിനും അവിടെ സീറ്റില്ല. മൊത്തത്തിൽ ടോട്ടൽ കേരളത്തിൽ എത്ര സീറ്റ് എന്ന് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം കൂട്ടിയിട്ട് പറയാം. ഓക്കെ, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ മാറി മറിയുകയാണ്. മൊത്തം 14 സീറ്റെങ്കിൽ 6-6-2 കഴക്കൂട്ടത്തും നേമത്തും ബി.ജെ.പി ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. നേരെ മറിച്ചിട്ട് 6 യു.ഡി.എഫിനും 6 എൽ.ഡി.എഫും എന്നാണ്. ഇതാണ് ഏറ്റവും അവസാനം വരുന്ന ട്രെൻഡ്. ഇതാണ് മറ്റന്നാൾ മെയ് 29-ാം തീയതിക്ക് എക്സിറ്റ് പോൾ കണക്കായിട്ട് എല്ലാ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കാൻ പോകുന്ന കണക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ. ഓക്കെ, അപ്പോൾ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ 11 സീറ്റാണുള്ളത്. അതിൽ 4 എൽ.ഡി.എഫിനും 7 യു.ഡി.എഫിനും ബി.ജെ.പിക്കും അതർസിനും അവിടെ സീറ്റില്ല. ഓക്കെ, വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ 3 സീറ്റാണുള്ളത്. അതിൽ 2 യു.ഡി.എഫിനും 1 എൽ.ഡി.എഫിനുമാണ്. ഏറ്റവും അവസാനത്തെ കണക്കാണ്. എല്ലാവരോടും കണക്ക് ചോദിച്ചിട്ട് കൂട്ടിയിട്ടും ഗുണിച്ചിട്ടും ഇതിനൊരു കണക്ക് ഞാൻ എക്സിറ്റ് പോൾ ആയിട്ട് ഇനി കൊണ്ടുവരുന്നില്ല. അതായത് മെയ് 3-ാം തീയതി രാത്രിക്ക് നമ്മളൊരു വീഡിയോ ഇടും. അത് മാത്രമാണ് ഏറ്റവും
ഏറ്റവും അവസാനത്തെയാണ് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല, ഇതാണ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ കോഴിക്കോടിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ 13 സീറ്റാണുള്ളത്. 8 യു ഡി എഫും 5 LDF. ഓക്കെ, മൊത്തം ടോട്ടൽ എത്രയായി ഞാൻ അവസാന ഭാഗം പറയാം. ഓക്കെ, പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ അവിടെ 4 UDF 1 LDF. ഓക്കെ, അതിനുശേഷം കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ 9 സീറ്റാണുള്ളത്. LDF 3 UDF 6 സീറ്റും വരെ അവിടെ കിട്ടും എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അതിനുശേഷം എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ 14 സീറ്റാണുള്ളത്. അതിൽ 3 LDF 11 UDF കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ 5 സീറ്റാണുള്ളത്. 3 സീറ്റ് LDF 2 UDF എന്നാണ്. മൊത്തം ടോട്ടൽ എത്രയായി ഞാൻ പറയാം. ഓക്കെ, തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ ആകെ മൊത്തം 13 സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ 4 LDF 8 UDF BJPക്കും അതർസിനൊന്നുണ്ട്, BJPക്ക് സീറ്റില്ല. പാലക്കാടിൽ ശോഭാ സുരേന്ദ്രൻ പൊട്ടുമെന്നാണ് റിപ്പോർട്ട്. നല്ല ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി ജയിക്കുമെന്നാണ്. പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ 12 സീറ്റാണ് മൊത്തത്തിലുള്ളത്. 7 LDF 5 UDF ആണ്. ഓക്കെ, അതിനുശേഷം കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ മൊത്തം 11 സീറ്റാണുള്ളത്. അതിൽ 5 LDF 6 UDF BJPക്ക് അതർസിനും സീറ്റില്ല. ഓക്കെ, മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 16 സീറ്റാണ്. അവിടെ 3 LDF 13 UDF ആണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, മൊത്തത്തിലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 87 UDF 52 LDF 3 BJPക്കുമാണ് കിട്ടാൻ പോകുന്നത്. ഇതാണ് കേരളത്തിലെ ട്രെൻഡ്. ഇങ്ങനെ മാത്രമാണ് മെയ് 4-ാം തീയതിക്ക് വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ട്രെൻഡ്. ഏകദേശം, അതായത് ഇപ്പോൾ കുറേ കോൺഗ്രസിൻ്റെ വലിയ MLA നേതാക്കളൊക്കെ പറയുന്നത് 100 സീറ്റ് കടക്കുമെന്നാണ്. പക്ഷെ നമുക്ക് കൂട്ടുമ്പോൾ 80-85 സീറ്റ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, ആരാണ് മുഖ്യമന്ത്രി? അതായത് VD സതീശൻ വേണോ, KC വേണുഗോപാൽ വേണോ, രമേശ് ചെന്നിത്തല വേണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് രമേശ് ചെന്നിത്തല ആയാലും പ്രശ്നമില്ല, VD സതീശനായാലും പ്രശ്നമില്ല. പക്ഷേ KC വേണുഗോപാൽ ആയാൽ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചവരാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും. ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് ഇത്രയധികം സീറ്റ് കിട്ടാനുള്ള, അതായത് കളിച്ചത് നല്ലോണം പണിയെടുത്തത് VD സതീശനാണ്. KC വേണുഗോപാൽ മിണ്ടാതെ ഡൽഹിയിൽ മിണ്ടാപ്രാണിയെപ്പോലെ ഇരുന്നിട്ട് അദ്ദേഹത്തിന് നമ്മൾ മുഖ്യമന്ത്രി കൊടുക്കണമെന്ന് പറയുന്നത് വളരെ വളരെ തെറ്റാണ്. അതിനും നല്ലത് മുരളീധരന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ യോഗ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമുള്ളൂ, VD സതീശനാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം VD സതീശനാണ്. ഇപ്പോൾ ഒരൊറ്റ കാര്യം പറയാം, അപ്പോൾ CPM-ൽ ആരാണ് മുഖ്യമന്ത്രിയാവുക? CPM ജയിച്ചാൽ എല്ലാവരും പിണറായി വിജയൻ പറയും, വേറെ നേതാക്കളില്ല. CPM-ൽ MV ഗോവിന്ദനൊക്കെ എല്ലാവരും, അതായത് വലിയ വലിയ നേതാക്കൾ എന്ന് പറഞ്ഞിട്ട്, നേരെ മറിച്ചിട്ട് കോൺഗ്രസ്സിൽ അങ്ങനെയാണ്. എത്ര നേതാക്കളാണ്? ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ എത്ര നേതാക്കളാണ്. എല്ലാം ഒന്നിനൊന്നിനും മികച്ചതല്ലേ, ഒന്നിനൊന്നിനും മെച്ചമല്ലേ? ഇതൊക്കെ ആരാണ് ഇങ്ങനെ ആക്കിയത്? നമ്മുടെ VD സതീശനാണ്. ഞാൻ VD സതീശനെ പൊക്കി പറയുന്നതല്ല, ഇതാണ് സംഭവം, ഇതാണ് വാസ്തവത്തിൽ ഉള്ളതല്ലേ? നിങ്ങൾ തന്നെ പറയണം പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ എൻ്റെ സർവേയിൽ BJPക്ക് 3 സീറ്റുണ്ട്. 2 തിരുവനന്തപുരം, 1 കാസർഗോഡിലുമാണ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യമന്ത്രി ആവണമെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. തൽക്കാലം ഞാൻ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ.